BJP ഇന്ന് അവരുടെ സങ്കല്പ പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സമഗ്ര വികസനവും ദേശീയതയും സാംസ്കാരിക പൈതൃകങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഉള്ളടക്കം തന്നെയാണ് ഈ BJPയുടെ സങ്കല്പ പത്രികയിലുള്ളത്. ഏകീകൃത സിവിൽ കോഡും ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം തുടങ്ങിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഈ സങ്കല്പ പത്രികയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ തന്നെയാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഡൽഹി ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, പ്രകടന പത്രികാ സമിതിയുടെ അധ്യക്ഷൻ രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. പതിനാല് ഭാഗങ്ങളിലായുള്ള പ്രകടന പത്രിക വികസനത്തിനും ദേശീയ വിഷയങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. പ്രകടന പത്രികയുടെ ഉള്ളടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരിച്ചു. മോദി की गारंटी है कि जन औषधि केंद्रों पर 80% डिस्काउंट के साथ सस्ती दवाएं मिलती रहेगी, कि आयुष्मान भारत के तहत 5 लाख रुपए तक का मुफ्त इलाज मिलता रहेगा. दुनिया की सबसे बड़ी अन्न भंडारण योजना शुरू हो चुकी है. भारत को ग्लोबल न्यूट्रिशन हब बनाने के लिए हम श्री अन्न सुपर फूड पर बहुत अधिक बल देने वाले हैं. बीजेपी ने आर्टिकल 370 को हटाया और हम CAA लेकर आए. വികസിത് ഭാരത് എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയാണ്. സൗജന്യ റേഷൻ 5 വർഷത്തേക്ക് തുടരും. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ. ചുരുങ്ങിയ വിലയ്ക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭിക്കുന്ന ജൻ ഔഷധി സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടി ഭവനങ്ങൾ കൂടി നിർമ്മിക്കുന്നു. മുദ്രാ വായ്പാ തുക പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി ഉയർത്തും. കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ സൗജന്യമായി നൽകുന്ന കിസാൻ സമ്മാൻ നിധി തുടരും. എല്ലാ ഭവനങ്ങളിലും പാചകവാതക പൈപ്പ് ലൈൻ കണക്ഷനുകൾ, 6G സേവനം ഉറപ്പുവരുത്തും. ഭാരതത്തിന്റെ 4 ദിക്കുകളിലും ബുള്ളറ്റ് ട്രെയിനുകൾ, വന്ദേ ഭാരതിന്റെ എണ്ണം കൂട്ടും തുടങ്ങിയവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാൻ ശാശ്വത നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും BJPയുടെ പ്രകടന പത്രികയിലുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ ഇടപെടലിന്റെ ഭാഗമാണിത്. 2014-ലെയും 2019-ലെയും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റാൻ BJPക്ക് സാധിച്ചു. മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ കരുത്ത്. ജനം, ഡൽഹി.